ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് തന്നെയാണ്. പരിപ്പും ചീരയും കൂടിയിട്ടുള്ള ചെറിയൊരു ഡിഷ്. പക്ഷേ ഇത് വളരെ ഹെൽത്തിയാണ്. നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതും നമുക്ക് കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. വളരെ ഹെൽത്തിയാണ്, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പരിപ്പ് എന്ന് പറഞ്ഞാൽ ചുവന്ന പരിപ്പുണ്ടല്ലോ, ചെറുത്, പിന്നെ ചീരയും പച്ചച്ചീരയും, കുറച്ച് വെളുത്തുള്ളി, പിന്നെ വേണ്ടത് വേപ്പില, കുറച്ച് ഉപ്പ്, ഇത്ര മതി കേട്ടോ. ആദ്യം അപ്പോൾ പരിപ്പ് വെള്ളമൊഴിച്ച് വേവിക്കാം. പരിപ്പ് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അധികം ഉപ്പ് വേണ്ട, ശകലം മതി. ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അധികം വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പരിപ്പ് പെട്ടെന്ന് വേവ് ചെയ്യും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. പരിപ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ചീരയുടെ എന്താ പറയുക, പ്രോട്ടീനും വൈറ്റമിൻസും ഒന്നും മിസ്സാവില്ല. നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഡയറ്റ് ചെയ്യണവർക്ക് ചപ്പാത്തി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് അല്ലെങ്കിൽ ബാസ്മതി റൈസൊക്കെയാണ് ബെറ്റർ കേട്ടോ. ബാസ്മതി റൈസിൽ തന്നെ നമുക്ക് ലെമൺ റൈസ് ആയിട്ട് ഉണ്ടാക്കാം. ഞങ്ങളിന്ന് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് ലെമൺ റൈസാണ്. ഇത് വളരെ സിമ്പിളാണ്. വെള്ളത്തിൽ തിളയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ലെമൺ നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് ബാസ്മതി റൈസ് ഇട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Thank you.